എടാ മതി, നിർത്ത് പ്ലീസ്. ഇനി നീ ഒരു അക്ഷരം മിണ്ടരുത്. പോ. എടാ ഇന്ദ്ര ചെല്ല്. ഞാനൊന്ന് പറയുന്നു. എടാ രഘു പോ, ഞാൻ പറയുന്നത് കേക്ക്. ചെല്ല്. എന്റെ പൊന്നു രഘു പറയുന്നത് കേക്ക്. രഘുട്ടാ വാ. രഘുട്ടൻ ഇവിടെ നിന്നാൽ ശരിയാവില്ല. എടാ സത്യം. രഘുവേട്ട പ്ലീസ്, രഘുവേട്ട ഒന്ന് പോ. ശരി, ഞാൻ പോയിക്കോളാം. അതെ, ഇപ്പോഴും ഇന്ദ്രൻ നിങ്ങളുടെ കൂടെ. അവന്റെ മനസ്സിൽ ഇപ്പോഴും നിങ്ങൾ അവന്റെ അമ്മ തന്നെയാ. ഇനിങ്ങളത് കാണാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം. നീ പോടാ. വന്നിരിക്കുന്നു അവൻ. ശ്ശ്. ഏട്ടാ ദാ നീ അല്ലാതെ സുശീലോട് സംസാരിക്കാൻ പോകുമോ രഘു? അവളൊരു യക്ഷിയാ. നീ ഇന്ദ്രന്റെ കൂടെ ചെന്ന് അവിടെ വഴക്കുണ്ടാക്കേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. എന്റെ ഭാനുമേ, ഞാൻ മനഃപൂർവ്വം വഴക്കുണ്ടാക്കിയൊന്നുമല്ല. സത്യത്തിൽ ഞാൻ ഇന്ദ്രന്റെ കൂടെ പോയത് ആ സ്ത്രീയെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയാ. അങ്ങനെയെങ്കിലും ഇന്ദ്രനും സുശീലാന്റി ഒത്തുപോവാണെങ്കിൽ അതൊരു നല്ല കാര്യമാണെന്ന് ഞാൻ ചിന്തിച്ചുള്ളൂ. നല്ലത് ചിന്തിക്കാൻ മനസ്സുള്ളവളാണോ രഘു സുശീല? അങ്ങനെയുള്ള ഒരു മനസ്സ് അവൾക്കുണ്ടായിരുന്നെങ്കിൽ 30 വർഷത്തിലധികം ഒരു മകനെ വളർത്തി വലുതാക്കിയിട്ട് പെട്ടെന്നൊരു ദിവസം അവൻ എന്റെ മകനല്ല എന്ന് വിളിച്ചു പറയുവോ? ഇല്ല, ഒരമ്മ അത് പറയില്ല. പിന്നെ സുശീലാന്റിയെ നമുക്ക് അറിയാവുന്നതാണല്ലോ. ഇനി അബദ്ധത്തിൽ പറഞ്ഞു പോയതാണെന്ന് അവർ സമ്മതിക്കുകയും ചെയ്യും. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചത് ഇന്ദ്രന് വേണ്ടി ഞാനൊന്ന് സംസാരിച്ച സുശീലാന്റി അത് സീരിയസ് ആയിട്ട് എടുക്കുമെന്ന. അവള് സീരിയസ് ആയി തന്നെയാണല്ലോ എടുത്തിരിക്കുന്നത്. ഇന്ദ്രനെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കാൻ പോയ നിന്നെ അവനെ കൊണ്ട് തന്നെ നിന്നെ പുറത്താക്കിച്ചില്ലേ? അതാണ് യഥാർത്ഥ സുശീല. ഇനി ഒരിക്കലും ഇന്ദ്രനും സുശീലയും പഴയതുപോലെ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ദ്രൻ സുശീല പ്രസവിച്ച മകനല്ലെന്ന് പറഞ്ഞതോടെ സംശയത്തിനിടയില്ലാതെ അത് തെളിയുകയും ചെയ്തില്ലേ? എന്നിട്ടും അവൻ ഇതുവരെ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലെന്നുള്ളതാ ഭാനുമേ സത്യം. അവൻ ഇപ്പോഴും അവരെ സ്വന്തം അമ്മയുടെ സ്ഥാനത്തെ കാണുന്നത്. അവന് അങ്ങനെയല്ലേ കഴിയൂ. അത്രയ്ക്ക് പാവോ എന്റെ ഇന്ദ്രൻ. കുട്ടിക്കാലത്ത് അവൻ അവന്റെ അമ്മയെ എന്തോരം സഹിച്ചിരിക്കുന്നു. വീട് പട്ടിണിയാവുമ്പോ സുശീലയുടെ ദേഷ്യം മുഴുവൻ മൂത്ത മോനോടാ. തെങ്ങിന്റെ മൂട്ടിൽ കെട്ടിയിട്ട് അവനെ തല്ലുന്നതുവരെ ഞാൻ കണ്ടിട്ടുണ്ട്. കൊച്ചു പയ്യനാണെങ്കിലും എത്ര തല്ലുകൊണ്ടാലും അവൻ കരയില്ല. അമ്മയോട് എതിർത്ത് ഒരു വാക്കു പറയുകയില്ല. മിണ്ടാതെ നിന്ന് സഹിക്കും. എന്നിട്ടൊന്നും സംഭവിക്കാത്ത പോലെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ജോലി ചെയ്ത് കഞ്ഞി വയ്ക്കാനുള്ള കാശുണ്ടാക്കി കൊണ്ടുവരികയും ചെയ്യും. അവൻ ഒരുത്തനുണ്ടായിരുന്നതുകൊണ്ടാ സുശീല അവളുടെ ബാക്കി 2 മക്കളും കഷ്ടപ്പാടറിയാതെ ജീവിച്ചു പോയത്. എന്നിട്ടിപ്പോ ഒരു മനസാക്ഷിയില്ലാതെ അവള് വിളിച്ചു പറഞ്ഞിരിക്കുന്നു അവനെ അവളുടെ സ്വന്തം മകനല്ലെന്ന്. ആർക്കു പോയി? അവൾക്ക് തന്നെ പോയി. അല്ലാതെ സുശീല അമ്മയല്ലെന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ദ്രൻ ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. അത് ഭാനുമ പറഞ്ഞ ശരിയാ. ഇതുവരെ ആ സുശീലാന്റിയുടെ തലയെടുപ്പ് ഇന്ദ്രൻ അവരുടെ മകനായിരുന്നു എന്നുള്ളതാ. സുശീലാന്റിയുടെ മകനായതുകൊണ്ട് ഇന്ദ്രൻ ഇതുവരെ മാനക്കേട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ടും അവനിങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാവാതെ. ഞാൻ പറഞ്ഞില്ലേ രഘു, ഇന്ദ്രനെ കൊണ്ട് അതേ ചെയ്യാൻ പറ്റൂ. അവൾ അവനെ പണ്ടേ കയറില്ലാതെ കെട്ടിയിട്ടിരിക്കുക രഘു. ആ കെട്ടഴിച്ച് രക്ഷപ്പെടാൻ
ഇന്ദ്രൻ എളുപ്പമൊന്നും സാധിക്കില്ല. നമ്മളെപ്പോലുള്ളവരൊപ്പം നിന്ന് അവനെ അതിന് പ്രാപ്തനാക്കിയെടുക്കണം. ഇനി അതേ വഴിയുള്ളൂ. നമ്മളത് ചെയ്യണം ഭാനുമേ. ഇല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ദുരിതം അനുഭവിക്കാൻ പോകുന്നത് അനുപമയായിരിക്കും. അവളും ഇന്ദ്രനും എത്രയും വേഗം വീട്ടിൽ നിന്ന് മാറുന്നതായിരിക്കും അവർക്ക് രണ്ടുപേർക്കും നല്ലത്. ഭാനുമേ, ഭാനുവും ആ കാര്യം ഇന്ദ്രനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. പറഞ്ഞു നോക്കാൻ രഘു, അതിനല്ലേ പറ്റൂ. അല്ല, നീ പറഞ്ഞതുപോലെ ഇനിയും ഇന്ദ്രൻ സുശീലയുടെ അടുത്ത് തൊട്ടാൻ നിന്ന അവൾ ആദ്യം ചെയ്യുന്നത് അനുവിനെ ഇന്ദ്രനിൽ നിന്ന് അകറ്റുകയായിരിക്കും. അക്കാര്യം നിങ്ങള് പഞ്ചരത്നത്തിലുള്ളവരെല്ലാം അനുപമയെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നതാ നല്ലത്. നാളെ ഞാൻ അമ്മാവനെ വിളിച്ചൊന്ന് സൂചിപ്പിക്കാം. ഞാനേ ഒന്ന് കിടക്കട്ടെ. അല്ല, രഘു ഒന്നും കഴിക്കാതെ കിടക്കുകയാണോ? എനിക്കിപ്പോ ഒന്നും വേണ്ട ഭാനുമേ. ഞാൻ ഇന്ദ്രനും കൂടി പുറത്തുനിന്ന് ചെറുതായിട്ടൊന്ന് കഴിച്ചു. ആ, കഴിച്ചിട്ടാ വന്നെന്ന് എനിക്ക് മനസ്സിലായി. ഇതൊന്നും ശീലമാക്കണ്ട രഘു. മദ്യപാനമേ അതത്ര നല്ല കാര്യമൊന്നുമല്ല. അത് കഴിച്ച് ആർക്കും ഒരു പ്രശ്നവും ഇതുവരെ തീർക്കാനും കഴിഞ്ഞിട്ടില്ല. പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് പോകാനേ അത് ഉപകരിക്കും. ഇല്ല ഭാനുമേ, അങ്ങനെ സ്ഥിരമായിട്ടൊന്നുമില്ല. മനസ്സിന് താങ്ങാൻ പറ്റാത്ത ചില വിഷമങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ തൽക്കാലത്തേക്കെല്ലാം മറക്കാൻ രണ്ട് പേക്ക്, അത്രേ ഉള്ളൂ. ഞാനിന്ന് അനുഭവിച്ച എന്തൊക്കെയാന്ന് ഭാനുമയോട് ഞാൻ പറഞ്ഞതല്ലേ. ആ, അതൊക്കെ വലിയ വിഷമങ്ങൾ തന്നെയാ. സാരമില്ല രഘു, നീ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ ആ സത്യം എന്നെങ്കിലും അമ്പിളി തിരിച്ചറിയും. അതുവരെ അവനവനെ തന്നെ നശിപ്പിക്കാതെ കാത്തിരിക്കാനുള്ള ക്ഷമ നീ കാണിച്ചാൽ മാത്രം മതി. ആ ശരി, ആ നീ എന്നാ കിടന്നോ. ആ ഞാനും ഒന്ന് നടു തുറക്കട്ടെ. ഇന്ദ്രേട്ടാ, ആ ഇതെന്താ ഇവിടെ തന്നെ ഇരുന്നേ? ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ചിരുന്നതാ. അച്ഛനെ കണ്ടോ ശ്യാമേട്ട? ആ കണ്ടു. എന്തു പറഞ്ഞു? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, അങ്ങനെയൊക്കെ അങ്ങ് പോന്നു. ഇന്ദ്രേട്ടൻ അനുവേട്ടത്തെ കൂട്ടിക്കൊണ്ടു വന്നില്ലേ? ഏട്ടൻ എന്താ ഒന്നും പറയാത്തെ? വിച്ചുമോൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് വീട് ഉറങ്ങിയതുപോലെയാ. അവനില്ലാത്തതിന്റെ സങ്കടം ശ്യാമോ മുൾക്കും ഉണ്ട്. അനുവിനെയും മോനെയും ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് ഞാനിതുവരെ തീരുമാനിച്ചിട്ടില്ല. അതെന്താ അങ്ങനെ? അവരുടെ വീട് ഇതല്ലേ, അവരിവിടെയല്ലേ നിൽക്കേണ്ടത്? വിച്ചുമോൻ ഇവിടെയല്ലേ വളരേണ്ടത്?